അല്പനേരത്തിനു ശേഷം പതിയെ മറുപടി പറഞ്ഞു അവൾ. അത് കേട്ടതും രുദ്രൻ തിരിഞ്ഞു കിടന്ന് കൈമുട്ട് തലയിണയിൽ കുത്തി കൈവെള്ളയിൽ തല ചേർത്ത് അല്പം ഉയർന്നു കിടന്നു. പുതപ്പിന് മീതെ കുഞ്ഞിപ്പെണ്ണിൻ്റെ മേത്ത് വെച്ചിരിക്കുന്നവളുടെ ഇടം കൈ തൻ്റെ വലം കൈയാലെ പൊതിഞ്ഞു പിടിച്ചു. സംശയഭാവത്തിൽ നോക്കുന്നവൾക്ക് നേരെ കുറുമ്പോടെ ചിരിച്ചു. ആമി, അച്ഛൻ എന്തോ നമ്മുടെ ബന്ധം ഇഷ്ടമല്ലായിരുന്നു. അച്ഛനും അമ്മയും തിരിച്ചു പോകുന്നതിൻ്റെ തലേന്ന് ഞാൻ സംസാരിച്ചു അച്ഛനോടും അമ്മയോടും. അമ്മയ്ക്ക് മുന്നേ അറിയായിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പം അമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. പക്ഷേ അച്ഛൻ കുറച്ചധികം പറഞ്ഞു. മലർന്നു കിടന്നുകൊണ്ട് അവൾക്ക് കേൾക്കാൻ പാകത്തിന് താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു നിർത്തുമ്പോൾ അവൻ്റെ മിഴികൾ ഞരക്കത്തോടെ കറങ്ങുന്ന സീലിംഗ് ഫാനിൽ നിലയുറപ്പിച്ചിരുന്നു. അത് കേട്ടപ്പോഴേക്കും വേണ്ടാന്ന് വെച്ചു അല്ലേ? സ്വരത്തിൽ കലർന്ന പരിഹാസ ചുവ അവളെ നോക്കാതെ തന്നെ രുദ്രന് മനസ്സിലാകുമായിരുന്നു. മറുപടിയായി നേർത്ത ഇരുട്ടിൽ അവനൊന്ന് പുഞ്ചിരിച്ചു. നിനക്കറിയാലോ അച്ഛൻ എനിക്കെല്ലാമാണെന്ന്. അച്ഛൻ വേണ്ട എന്ന് പറഞ്ഞതൊന്നും വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടില്ല. വേണ്ട എന്ന് പറഞ്ഞതിനൊക്കെയും കാരണങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെയും എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ നിന്റെ കാര്യത്തിൽ തെറ്റുപറ്റി. നിന്നെ ഇഷ്ടാവും എന്ന് തന്നെയായിരുന്നു എൻ്റെ കണക്ക് കൂട്ടൽ. കാരണങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. ഇതല്ലാതെ എന്തെങ്കിലും പറയാനുണ്ടോ? കുഞ്ഞിപ്പെണ്ണിൻ്റെ ദേഹത്തേക്ക് പുതപ്പൊന്നുകൂടെ വലിച്ചിട്ട് അവനെ നോക്കി ചോദിക്കവേ അവളുടെ മിഴികൾ എന്തിനോ വേണ്ടി നിറഞ്ഞിരുന്നു. അവൻ കാണാതെ പുറം കൈയാൽ നിറഞ്ഞ കണ്ണുകൾ തുടയ്ക്കുമ്പോൾ അവളിൽ പതിവ് പരിഹാസം തന്നെയായിരുന്നു. അറിയാം ഈ കാരണങ്ങളൊക്കെയും നിസ്സാരമാണെന്ന്. പക്ഷെ കേൾക്കാം, കാത്തിരിക്കാം എന്ന് നീ പറഞ്ഞതല്ലേ? പക്ഷേ അന്ന് അച്ഛൻ ഓരോന്നൊക്കെ പറഞ്ഞപ്പോൾ വിശ്വസിച്ചു പോയി. പോകുന്നതിൻ്റെ തലേന്ന് എൻ്റെ കല്യാണക്കാര്യം എടുത്തിട്ടു അച്ഛൻ. അപ്പോഴാ പറഞ്ഞത്, മനസ്സിലൊരാളുണ്ട്, വേറെ വിവാഹം ആലോചിക്കണ്ട എന്ന്. അത് നീയാണ് എന്നൊക്കെ. തീരെ നിരീക്ഷിച്ചില്ല അച്ഛൻ്റെ ഭാഗത്തുനിന്ന് അത്രയും എതിർപ്പുണ്ടാവുമെന്ന്. അന്നാ ഞാൻ ആദ്യമായി അച്ഛന് നേരെ സ്വരമുയർത്തിയത്. അവളെ ഇഷ്ടമാണ്, എല്ലാ അർത്ഥത്തിലും അവളിപ്പോൾ എൻ്റേതാ. വിവാഹം കഴിക്കണം, സമ്മതിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുണ്ടായി. ഒരു താലിയുടെ ഉറപ്പില്ലാതെ പ്രണയം എന്ന് പറഞ്ഞ് നീ ചെന്നപ്പോൾ നിനക്ക് മുന്നിലെല്ലാം മറന്ന് കിടന്നു തന്നവൾ നാളെയും അത് ചെയ്യില്ലെന്ന് എന്താ ഉറപ്പ്? പെണ്ണാണ് എന്ന ഓർമ്മപ്പെടുത്തലും. അവനൊന്ന് നിർത്തി. പിന്നെ എന്തോ ആലോചിച്ചെന്ന പോലെ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി. ആ ചോദ്യത്തിന് എൻ്റെ കയ്യിൽ ഉത്തരമില്ലായിരുന്നു ആമി. നിനക്ക് ഞാനൊരു മാർഗം മാത്രമാണ്. നിൻ്റെയും കുടുംബത്തിൻ്റെയും കഷ്ടപ്പാടും ദാരിദ്ര്യവും എല്ലാം തീരാനുള്ള മാർഗം. അല്ലെങ്കിൽ ഒരിക്കലും നീ നിലവിട്ട് പെരുമാറില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് നാട്ടിൽ നിന്നെ പറ്റി പറഞ്ഞു നടക്കുന്ന കഥകളും അപവാദങ്ങളുമൊക്കെ അകമിട്ട് ആലോചിച്ചപ്പോൾ എപ്പോഴോ വിശ്വസിച്ചു പോയി. നിർവികാരതയോടെ പറഞ്ഞു നിർത്തുമ്പോൾ രുദ്രൻ അവളെ നോക്കാൻ എന്തുകൊണ്ടോ ധൈര്യപ്പെട്ടില്ല. അവളുടെ മിഴികൾ ഇടതടവില്ലാതെ നിറഞ്ഞൊഴുകി തലയിണയെ നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാനം ചോദ്യം ചെയ്യപ്പെട്ടവളുടെ നിസ്സഹായത. എത്ര എളുപ്പത്തിലാണ് രുദ്രേട്ടൻ ഏട്ടൻ്റെ ഭാഗം പറഞ്ഞു തീർത്തത്. എന്നെക്കുറിച്ച് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഈ കാരണങ്ങളൊക്കെ നിരത്തി ഏറ്റു പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഭാഗം ശരിയായി. അപ്പം ഞാനോ? നിങ്ങളുടെ പേരിൽ ഞാൻ അനുഭവിച്ചതൊക്കെ അതീ പറഞ്ഞ പോലെ എളുപ്പം മായ്ക്കാൻ പറ്റുമോ? ബന്ധങ്ങൾക്കിടയിൽ വിശ്വാസം എന്നൊന്നുണ്ട്. എനിക്കിപ്പോൾ നിങ്ങളോട് അതില്ല. ഇനിയൊരിക്കലും പഴയ പോലെ അതിരില്ലാതെ നിങ്ങളെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഒരിക്കലും കഴിയില്ല എന്നല്ല, നിങ്ങളുടെ സ്നേഹം കാരണം പതിയെയാണെങ്കിലും ഭാര്യ പദവി ഏറ്റെടുക്കാൻ കഴിയും. പക്ഷേ അപ്പോഴും ഈ പറഞ്ഞതിൽ ചിലതെങ്കിലും മനസ്സിൽ മായാതെ കിടക്കും. മറുത്തൊന്നും പറയാതെ അവൾ പറയുന്നതൊക്കെ കേട്ട് കിടക്കുകയായിരുന്നു രുദ്രൻ. അതിനിടയിൽ അവൾ എഴുന്നേറ്റ് പോകുന്നതും കൂജേന്ന് വെള്ളമെടുത്ത് കുടിക്കുന്നതുമെല്ലാം അരണ്ട വെളിച്ചത്തിൽ കാണുന്നുണ്ടായിരുന്നു. പിന്നെ വന്നു കിടക്കുന്നതും മോളോട് ചേർന്ന് അവളുടെ നെറുകയിൽ താടി ചേർത്ത് നിശ്വസിച്ചുകൊണ്ട് കണ്ണുകൾ അടയ്ക്കുന്നതും എല്ലാം ഇമ വെട്ടാതെ നോക്കിക്കിടക്കുകയായിരുന്നു അവനും. നേരം വൈകി ഉറങ്ങിയത് കൊണ്ട് തന്നെ പതിവിലും ഒത്തിരി നേരം വൈകിട്ടാണ് എണീറ്റതും. സാധാരണ അമ്പലത്തിൽ പാട്ടുവെച്ച് ഇത്തിരി കഴിഞ്ഞ് എഴുന്നേൽക്കല പതിവ്. കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ മൂരി നിവർത്തി പുതപ്പ് മാറ്റിയിട്ടു. പാതി ഉറക്കച്ചടവോടെ ഇടതുഭാഗത്ത് തപ്പിയപ്പോൾ പ്രതീക്ഷിച്ച ആളെ കയ്യിൽ തടഞ്ഞില്ല. പിന്നെ കൈവിരലുകൾ പരസ്പരം കൊരുത്ത് വലിച്ച് പൊട്ടിച്ചെഴുന്നേറ്റു. പൊടി നേരത്തെ എഴുന്നേറ്റോ? സ്വയം പറഞ്ഞുകൊണ്ട് ഷർട്ടിൻ്റെ തുമ്പ് കടിച്ചു പിടിച്ച് മുണ്ടൊന്ന് മുറുക്കെ ഉടുത്തു. പിന്നെ മുറിക്ക് പുറത്തേക്ക് നടന്നു. പല്ല് തേപ്പും കഴിഞ്ഞ് അകത്തളവും കടന്ന് അടുക്കളയിലേക്ക് നടക്കവേ കേൾക്കായിരുന്നു കുഞ്ഞിപ്പെണ്ണിൻ്റെ കലവില. ചെന്ന് നോക്കുമ്പോൾ അടുക്കള തിണ്ണയിൽ ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട് ആശാത്തി. തന്നെ കണ്ടതും ആ ഉണ്ടക്കണ്ണുകൾ ഒന്നുകൂടെ വിടർന്ന പോലെ. അച്ഛേ,
നീട്ടി വിളിക്കുന്നതിനോടൊപ്പം തന്നെ ഇരുന്ന പാടെ തന്നെ തിരിഞ്ഞു താഴെ ഇറങ്ങി കഴിഞ്ഞിരുന്നു അവൾ. കുറുമ്പോടെ തൻ്റെ അടുത്തേക്ക് ഓടി വരുന്നവളെ എടുത്ത് കൈത്തണ്ടയിൽ ഇരുത്തി അവൻ. ഒപ്പം എന്നത്തെയും പോലെ അവളുടെ കവളിൽ മീശയ്ക്കൊപ്പം ചുണ്ടുകൾ ചേർത്ത് മുത്തി. കിണുങ്ങി ചിരിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് തലചായ്ച്ചു ഗൗരിക്കുട്ടി. അവളെയും കുറച്ചപ്പുറം മാറിയിരുന്നു അവൻ. ജാനിയമ്മയും മാമയും വലിയ തിരക്ക് പിടിച്ച പണിയിലാണ്. ഒരാൾ ചോറ് വാർക്കുന്നു, മറ്റേയാൾ ചട്ടിയിലെന്തോ ഇളക്കുന്ന തിരക്കിലും. ഇടുപ്പിന് കൈ കൊടുത്തൊരു കയ്യിൽ കൊണ്ടാണ് ഈ നിൽപ്പ്. ഇന്നലെ കരഞ്ഞിട്ടെന്ന് തോന്നുന്നു. പെണ്ണിൻ്റെ കണ്ണൊക്കെ ചെറുതായി ചുവന്ന് കലങ്ങിയിട്ടുണ്ട്. പക്ഷെ പെരുമാറ്റം സാധാരണ പോലെയാ. ഇത്തിരി കഴിഞ്ഞതും ജാനിയമ്മ അച്ചാച്ചനും അമ്മയ്ക്കുള്ള ചായയും കൊണ്ട് പുറത്തേക്ക് പോയി. എനിക്ക് ചായ ഇല്ലേ ചോദിക്കുന്നതിനോടൊപ്പം തന്നെ അവൾക്കപ്പുറത്തായി ഇരുപ്പുറപ്പിച്ചു. നിച്ചും കിട്ടിയില്ലല്ലോ. തന്നെ നോക്കിക്കൊണ്ടാണ് കുഞ്ഞിപ്പെണ്ണത് പറഞ്ഞത്. ആണോ പൊടിയേ? സാരില്ല, ഇപ്പം തരുമായിരിക്കും. പറഞ്ഞു തീരും മുന്നേ ചൂടാറ്റിയ പാൽ ഗ്ലാസ്സിലാക്കി കുഞ്ഞൂട്ടിക്ക് കൊടുത്തിരുന്നു ആമി. അത് കയ്യിൽ കിട്ടിയതും രുദ്രനെ നോക്കി ചിരിച്ചുകൊണ്ട് കുടിക്കാൻ തുടങ്ങി കുഞ്ഞൂട്ടി. ചുണ്ടുകോട്ടി അവളെ നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് അവൻ ആമിക്ക് നേരെ തിരിഞ്ഞു. ദാ ക്ലാസ്, ഇത് പിടിക്കേ. എന്നിട്ട് അതാ തൊട്ടപ്പുറത്തിരിക്കണു ചായ എടുത്ത് കുടിക്കേ, കുളിക്കേ, എന്താച്ചാ ചെയ്തോ. അവൻ്റെ കൈ പിടിച്ച് അതിനുള്ളിലേക്ക് ഗ്ലാസും വെച്ചു കൊടുത്ത് തൻ്റെ പണിയിലേക്ക് തന്നെ തിരിഞ്ഞു അവൾ. ഗ്ലാസ്സിൽ നിന്ന് ചുണ്ടെടുക്കാതെ തന്നെ ഇടം കണ്ടിട്ട് അച്ഛനെ നോക്കി കളിയാക്കി ചിരിക്കുകയായിരുന്നു കുഞ്ഞുട്ടി. അവളെ മടിയിൽ നിന്നും താഴെ നിർത്തുന്നതിനോടൊപ്പം നോക്കി പേടിപ്പിക്കാനും മറന്നില്ല രുദ്രൻ. നിന്റെ ആമിമിക്കേ അഹങ്കാരത്തിൽ കൂടുതലാ പൊടിയേ, അതങ്ങ് കുറക്കാൻ പറ. ഇല്ലേലേ അച്ഛ കുറച്ചു തരുമെന്ന് പറ. കുഞ്ഞുട്ടിയോടെന്ന പോലെ പറഞ്ഞുകൊണ്ട് രുദ്രൻ ആമിയെ ഒന്ന് പാളി നോക്കി. മുഖം വീർപ്പിച്ച് നിൽപ്പുണ്ട് പെണ്ണ്. അതെന്താ അച്ഛ അയക്കാരം? കേൾക്കാൻ പാടില്ലാത്തെന്തോ കേട്ട പോലെ ഉത്തരത്തിനായി അച്ഛയെ നോക്കി നിൽക്കുകയാണ് ഗൗരിക്കുട്ടി. അയക്കാരം അല്ലടി പൊന്നൂസേ, അഹങ്കാരം. അതൊരു സംഭവമാണ് പൊടിയേ. ആമിമ്മയോട് ചോദിച്ചോക്ക്, അപ്പോൾ അറിയാം. എന്താച്ചാലേ നിന്റെ അമ്മ ഉണ്ടല്ലോ, ആ പറഞ്ഞ സാധനത്തിന് കയ്യും കാലും വെച്ചതാ. അതും പറഞ്ഞ് വാൽപാത്രത്തിന് ചായ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു അവൻ. പക്ഷെ ഒന്നും മിണ്ടാതെ തൻ്റെ പണി നോക്കുകയായിരുന്നു ആമി. സാധാരണ ഒന്ന് പറഞ്ഞ 3 തിരിച്ചു പറയണതാണ്. ഇന്നെന്ത് പറ്റി? സ്വയം പറഞ്ഞുകൊണ്ട് അവൻ അവളെ ഒന്ന് നോക്കി. ചായ കുടിയും കഴിഞ്ഞ് കുഞ്ഞിപ്പെണ്ണിനെ എണ്ണ തേച്ച് കൊടുക്കുകയായിരുന്നു അവള്. ഈ കുരങ്ങന്മാരെ നമ്മൾ എന്ത് ചെയ്യുന്ന അത് തിരിച്ചും ചെയ്യും. നമ്മളൊന്നും ചെയ്യാതിരുന്ന ഒന്നും ചെയ്യില്ല. ഏത്? അതന്നെ. അപ്പം രുദ്രേട്ടൻ ചെല്ല്, കുളിക്കൊക്കെ ചെയ്യണ്ടേ? പ്രത്യേക താളത്തിൽ അത് പറഞ്ഞുകൊണ്ട് ഗൗരിയേയും എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു അവൾ. പറഞ്ഞതിലെ അർത്ഥം മനസ്സിലാക്കാൻ ഇത്തിരി നേരം വേണ്ടി വന്നു രുദ്രന്. വേണ്ടായിരുന്നു. താടിയും തടയും വെടിപ്പിന് കൈയും കുത്തി അതേ നിൽപ്പു നിന്നു അവൻ. പിന്നെ ഗ്ലാസും കഴുകി വെച്ച് അല്പം എണ്ണയെടുത്ത് കൈവെള്ളയിൽ തൂവിയിട്ട് നെറുകയിൽ തിരുമ്മി പുറത്തേക്ക് നടന്നു. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. ആമിക്കും രുദ്രനുമിടയിൽ പ്രകടമായ മാറ്റങ്ങൾ വന്നു തുടങ്ങി. വാശി കളഞ്ഞു തെല്ലൊന്ന് അയഞ്ഞ മട്ടാണ് അവൾക്ക്. എന്നാലും കുറച്ചു മറ ബാക്കിയുണ്ട്. പതിയെ പതിയെ ശരിയാകുമെന്ന വിശ്വാസത്തിലാണ് രുദ്രൻ. പിന്നെ രുദ്രൻ നാട്ടിലെ അവരുടേതായ ബ്രാഞ്ചിൽ ജോലിക്ക് കയറി. പക്ഷെ പോയി തുടങ്ങിയിട്ടില്ല. മുംബൈയിലെ ബ്രാഞ്ച് അതേ നോക്കി നടത്തിയിരുന്ന കൂട്ടുകാരന് തന്നെ വിറ്റു. ഇപ്പോൾ അത് അയാളുടെ പേരിലാണ്. അതിനിടയിൽ ഗൗരിയുടെ 4ാം പിറന്നാൾ കഴിഞ്ഞു. ഇതുവരെയും ആഘോഷിച്ചിട്ടില്ലാത്ത ദിനങ്ങളായിരുന്നു അവ. അമ്മയും മകളും ചേർന്ന് ക്ഷേത്രത്തിൽ പോകും, അർച്ചന കഴിക്കും, പിന്നെ വിളക്കത്ത് വിളമ്പും. ആ ദിവസം കുഞ്ഞിപ്പെണ്ണിന് ആമി കോടിയും വാങ്ങിക്കൊടുക്കും. അത്രമാത്രമായിരുന്നു പിറന്നാൾ ആഘോഷം. എന്നാൽ ഇത്തവണ രുദ്രന്റെ നിർബന്ധം കാരണം വലുതല്ലാത്ത രീതിയിൽ തന്നെ ആഘോഷമുണ്ടായി. അവരോടടുപ്പം സൂക്ഷിച്ചിരുന്ന കുറച്ചു പേര് മാത്രം ഉൾക്കൊള്ളുന്ന രീതിയിലായിരുന്നു അത്. കേക്ക് മുറിക്കലും ഉച്ചയ്ക്ക് പിറന്നാൾ സദ്യ വട്ടവുമൊക്കെയായി ഒരു പിറന്നാൾ ആഘോഷം. സാധാരണ പുത്തൻ ഉടുപ്പ് ഒന്നേ കിട്ടാറുള്ളൂവെങ്കിൽ ഇത്തവണ ഒരുപാട് കിട്ടിയപ്പോൾ ആള് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പിറന്നാളൊക്കെ അടിപൊളിയായതിൻ്റെ സന്തോഷം കുഞ്ഞിപ്പെണ്ണ് ശരിക്ക് ഒന്നറിഞ്ഞു വരുമ്പോഴേക്കും അടുത്ത സംഘത്തിനുള്ള വക കിട്ടിയിരുന്നു. ഇനി മുതൽ കിൻഡർ ഗാർഡനിൽ പോകണമെന്ന് കേട്ടപ്പോഴേ ആശാത്തിയുടെ സന്തോഷം ആവിയായി പോയി. അനുസരണക്കേട് കാണിച്ചും പിണക്കം കാണിച്ചുമൊക്കെ തന്നാലാവും വിധം അവൾ എതിർത്തു. ഒന്നും ഏൽക്കില്ല എന്ന് മനസ്സിലായപ്പോൾ പാതി മനസ്സോടെ സമ്മതിച്ചു കുഞ്ഞൂട്ടി. ഒരു വൈകുന്നേരം രുദ്രൻ ആമയെയും ഗൗരിയെയും കൂട്ടി ടൗണിൽ പോയി അവൾക്ക് ആവശ്യമുള്ള ബുക്കും ബാഗുമൊക്കെ വാങ്ങിക്കൊടുത്തു. പിന്നെ എല്ലാവർക്കും ഡ്രസ്സും അതൊക്കെ കിട്ടിയപ്പോഴേ കുഞ്ഞിപ്പെണ്ണും ഒന്ന് ഒതുങ്ങിയത്. ആമിമ്മ വരൂ, എന്നെ കൊണ്ടുവരാ. സ്കൂളിൽ പോകാൻ റെഡിയാകുന്നതിനിടയിലാണ് ഗൗരിയുടെ ചോദ്യം. ഇല്ലല്ലോ, അച്ഛ രാവിലെ കൊണ്ടാക്കി തരും, പിന്നെ വൈകിട്ട് അച്ഛ തന്നെ കൊണ്ടുവരൂട്ടോ.
ചുവന്ന പെറ്റിക്കോട്ടിനിടയിലൂടെ ബെൽറ്റ് ഇട്ട് കൊടുത്ത് ശേഷം അതൊന്നുകൂടെ വലിച്ചെറിക്കുന്നതിനിടയിൽ ആമി ഉത്തരം നൽകി. എന്താ പൊടിയേ മൂളന് ഇത്ര കനം? കുളി കഴിഞ്ഞ് തലതോർത്തി വരികയായിരുന്ന രുദ്രൻ അവളെ ആകെ ഒന്ന് നോക്കി. അല്ലേ, അമ്മ പറഞ്ഞു അച്ഛ വരുന്ന്. ആടേലും വന്നാൽ മതി, കുഞ്ഞുട്ടിനെ മക്കാതെ കൊണ്ടുവന്നാൽ മതി. വലിയ കാര്യം പറഞ്ഞുകൊണ്ട് കുഞ്ഞിക്കൈ രണ്ടും മലർത്തി കാണിക്കുന്നവളെ ആമി ചിരിയോടെ നോക്കി. അവളെ പിടിച്ചു ഇരുത്തി ഷൂ ഇട്ട് കൊടുക്കുകയായിരുന്നു ആമി അന്നേരം. ഓ, ഞാൻ കൊണ്ടുപോകുന്നില്ലേലും നിന്നെ വേറെ ആരും തൽക്കാലം കൊണ്ടുപോകില്ല. കാറി പൊളിച്ച് പഞ്ചായത്ത് മുഴുവനും ഇളക്കി മറിക്കില്ലേ നീ? പറയുന്നതിനോടൊപ്പം തന്നെ തേച്ചു വെച്ച പാൻ്റ് ഇട്ട ശേഷം മുണ്ടൂരി കട്ടിലിലിട്ട് രുദ്രൻ. ഇന്നു മുതൽ അവനും ഓഫീസിൽ പോയി തുടങ്ങുകയാണ്. ഓഫീസിനടുത്ത് തന്നെയാണ് കുഞ്ഞിപ്പെണ്ണിൻ്റെ സ്കൂളും. കിന്നീർ ഗാർഡൻ മുതൽ 4ാം ക്ലാസ് വരെ ഉണ്ടവിടെ. സർക്കാർ സ്കൂളാണ്. സിറ്റിയിലെ പ്രൈവറ്റ് സ്കൂളിൽ ചേർക്കാനായിരുന്നു രുദ്രന് താല്പര്യം. ആമിയുടെ പിടിവാശിയിലാണ് അവിടെ ചേർത്തതും. അവനുള്ള മറുപടി എന്ന പോലെ കുഞ്ഞിപ്പെണ്ണൊന്ന് വിളിച്ച് കാണിക്കുകയും ചെയ്തു. രുദ്രൻ ഒരുങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും ആമി ഗൗരിയെ കൊണ്ട് മുറിക്ക് പുറത്തേക്ക് നടന്നിരുന്നു. കുഞ്ഞുട്ടിക്ക് ചോറ് വാരി കൊടുക്കുന്നതിനിടയിലാണ് അകത്തളത്തിലേക്ക് വരുന്ന രുദ്രനെ ആമി കാണുന്നത്. നടന്നു വരുന്നതിനിടയിൽ തന്നെ ഷർട്ടിൻ്റെ സ്ലീവ് മടക്കുന്നുണ്ടായിരുന്നു അവൻ. ഒരു വേള നോക്കി നിന്നു പോയി അവൾ. കാലങ്ങൾക്ക് ശേഷം ഈ വേഷത്തിൽ കാണുന്നത്. സ്വയം പറഞ്ഞുകൊണ്ട് അതേ നിൽപ്പ് തന്നെയായിരുന്നു അവള്. നോക്കി ചോര ഊറ്റാതെ കൊച്ചിന് കഴിക്കാൻ കൊടുക്ക പെണ്ണേ, കണ്ടില്ലേ അത് വായും തുറന്നിരിക്കണത്? അവളുടെ തലക്കിട്ടൊന്ന് കൊട്ടിക്കൊണ്ട് പറഞ്ഞ ശേഷം അവൻ കസേര വലിച്ചിട്ട് കഴിക്കാനായിരുന്നു. അപ്പോഴാ തൻ്റെ നേരെ വായും തുറന്ന് പിടിച്ചിരിക്കുന്ന ഗൗരിക്കുട്ടിയെ കാണുന്നത്. ചമ്മലോടെ അവനിൽ നിന്നും നോട്ടം മാറ്റി ആമി കയ്യിലെ ചോറുരുള കുഞ്ഞുട്ടിക്ക് നേരെ നീട്ടി. ഇതെനിക്കല്ലേ? മൂടിവെച്ച കിണ്ണത്തിലേക്ക് കണ്ണു കാണിച്ചുകൊണ്ട് അവൻ ചോദിച്ചതിന് മറുപടിയായി അതേ എന്ന അർത്ഥത്തിൽ തലയാട്ടി കാണിച്ചു അവൾ. മൂടിവെച്ച പ്ലേറ്റ് എടുത്ത് മാറ്റിയിട്ട് അവൻ കഴിച്ചു തുടങ്ങി. അപ്പോഴേക്കും കുഞ്ഞിപ്പെണ്ണിനെ കഴിച്ചു കഴിഞ്ഞിരുന്നു. അവളെ കൊണ്ടുപോയി വാ കഴുകിച്ച ശേഷം ആമി ബാഗും മറ്റുമെടുത്ത് ഉമ്മറത്തേക്ക് വെച്ചു. ബുള്ളറ്റിലാണത്രേ പോക്ക്. രുദ്രൻ തൻ്റെ ബാഗ് തോളിലൂടെ ഒരു സൈഡിലായിട്ടു. കുഞ്ഞിപ്പെണ്ണിന് ആമി ബാഗ് തൂക്കിക്കൊടുത്തു. അവളെ എടുത്ത് മുന്നിലിരുത്തി കൊടുത്തു. അപ്പോഴേക്കും കഴുത്തിലൂടെ കൈയിട്ട് ഗൗരിക്കുട്ടിയും ആമിയുടെ കവിളിൽ അതരങ്ങൾ ചേർത്തിരുന്നു. അവളുടെ അതേ ചിരിയോടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ നെറുകയിൽ അമർത്തി ഉമ്മ വെച്ചു. നെറുകയിലൊന്ന് തലോടി നിവരവേ പ്രതീക്ഷിക്കാതെ രുദ്രൻ്റെ ചുണ്ടുകൾ അവളുടെ വലത് കവിളിൽ ചേർന്നിരുന്നു. ഞെട്ടലോടെ കണ്ണുകൾ വിടർത്തി നോക്കവേ കുസൃതിയോടെ ചിരിക്കുന്നുണ്ടായിരുന്നു അവൻ. അവളൊന്ന് കൂർപ്പിച്ചു നോക്കിയതും ആ ചിരി പതിയെ വെളുക്കനെ മാറിക്കഴിഞ്ഞിരുന്നു. ഇനി തിരിച്ചുതാ. ഇടത്തെ കവിൾ കാണിച്ചു കൊടുത്ത് കണ്ണുകളിൽ കുറുമ്പോടെ ഇരിക്കുന്നവനെ കാണെ ആമിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. അതിനെ മറച്ചു വെച്ചുകൊണ്ട് മുഖത്ത് ഗൗരവം വരുത്തി അവനെ നോക്കി കണ്ണുരുട്ടവേ രുദ്രനും പുച്ഛത്തോടെ മുഖം തിരിച്ചു. പിന്നെ വണ്ടിയെടുത്തു. കുഞ്ഞിപ്പെണ്ണ് ചിരിച്ചുകൊണ്ട് അവൾക്ക് നേരെ കൈവീശി കാണിച്ചു. ആമി തിരിച്ചും. പടിപ്പുരക്കപ്പുറം ചെത്തിയിറക്കിയ ചെമ്മൺ പാതയിൽ നിന്നും വണ്ടി മറയും വരെയും അവൾ നോക്കി നിന്നു. പിന്നെ നിശ്വസിച്ചുകൊണ്ട് തിരികെ അകത്തേക്ക് കയറി. കുഞ്ഞിപ്പെണ്ണിൻ്റെ കലപിലയില്ലാത്ത ദിവസം മുഴുവൻ വീർപ്പുമുട്ടും പോലെയായിരുന്നു ആമിക്ക്. ഉച്ചവരെ ഓരോന്ന് ചെയ്ത് സമയം നീക്കി. പതിവ് ഉച്ചമയക്കത്തിന് കിടന്നുവെങ്കിലും ഉറക്കം വന്നില്ല. വെറുതെ പുറത്തേക്ക് നോക്കി ഓരോന്ന് ഓർത്തിരുന്നു അവൾ. പതിവിലും നേരത്തെ ചായ വെച്ച് അമ്മമ്മയ്ക്കും അച്ചാച്ചനും എല്ലാം കൊടുത്തു. അച്ഛനും മോൾക്കും അവർ വന്നിട്ട് വെക്കാമെന്നും കരുതി മുറ്റമടിക്കാൻ തുടങ്ങി. മുറ്റമടിച്ചു വാരി കൂട്ടിയിട്ട് ചൂലും കൊണ്ടേച്ച് തിരികെ അകത്തു കയറാൻ ഒരുങ്ങുമ്പോഴാ ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ടത്. തിരികെ വന്ന് തൂണിനടുത്തായി വന്നു നിന്നു. പ്രതീക്ഷിച്ച പോലെ അവർ തന്നെയായിരുന്നു അത്. കുഞ്ഞുട്ടിയെ എടുത്തിറക്കിയപ്പോഴേക്കും അവൾ ഓടി വന്ന് തൻ്റെ ഒക്കത്ത് കയറി. വാ, കുളിപ്പിച്ച് ചായ തരാം അമ്മ. ഓ വേണം, വിശക്കുണ്ട്. താഴെ നിർത്തി അവളുടെ യൂണിഫോം ഊരി തൻ്റെ തോളിലിടുന്ന ആമിയെ നോക്കി കുഞ്ഞുട്ടി ചുണ്ടു ചുളുക്കി. അപ്പോഴേക്കും രുദ്രൻ ബുള്ളറ്റ് ഒതുക്കി നിർത്തി ഉണ്ടായിരുന്നു. കവറും കൊണ്ട് അകത്തേക്ക് കയറി. അതെല്ലാം എടുത്ത് തിണ്ണയിൽ വെച്ചു. ആമി അതെല്ലാം എടുത്ത് അകത്ത് വെച്ച് കുഞ്ഞുപെണ്ണിനെ കുളിച്ചു മാറാനുള്ളതും കൊണ്ട് തിരികെ വന്നു. അപ്പോഴേക്കും ചാരു കസേരയിൽ ഒന്ന് നിവർന്നിരുന്ന് കഴിഞ്ഞിരുന്നു രുദ്രൻ. സാധാരണ വല്യച്ഛൻ്റെ ഇരിപ്പിടമാണ്. ആമി വന്ന് കയറിയതിൻ്റെ 4ാം നാളാണ് വല്യച്ഛനും ഭാര്യയും ഇവിടെ നിന്ന് അവരുടെ നാട്ടിൽ പോയത്. പിണങ്ങിയിട്ടുള്ള പോക്കായിരുന്നു. തടയാൻ അവനും നിന്നില്ല. അവരുണ്ടെങ്കിൽ സമാധാനമുണ്ടാകില്ല. കുളിച്ചു വരൂ, ചായ തരാം. തന്നോടായി പറഞ്ഞുകൊണ്ട് കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ട് കുളിമുറിയിലേക്ക് നടക്കുന്ന പെണ്ണിനെ അവൻ ചിരിയോടെ നോക്കി. ഒന്ന് നിശ്വസിച്ചുകൊണ്ട് മാറാനുള്ള പുറത്തെ അഴയിൽ നിന്നെടുത്തുകൊണ്ട് അവർക്ക് പുറകെ അവനും നടന്നു.